ഏവരെയും ഞെട്ടിപ്പിച്ച ഒരു ഏഷ്യയിൽ നടന്നിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു ന്യൂസ്. അതായത് മ്യാൻമാറിലും തായ്ലാൻഡിലും നടന്നിട്ടുള്ള ഭൂചലനം. ആ ഒരു ഭൂചലനത്തിൽ ഇതുവരെയും കൃത്യമായിട്ടുള്ള കണക്കുകൾ, അതായത് എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നോ ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ടെന്നോ അത്തരത്തിലുള്ള കറക്റ്റ് എണ്ണം നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഏഷ്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭൂകമ്പമാണ് എന്ന രീതിയിലാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ തന്നെ. അതായത് 2 ഭൂകമ്പങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യം മ്യാൻമാറിൽ സംഭവിച്ചതിൽ 7.7 തീവ്രതയായിരുന്നു റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇടവേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത് തന്നെ 6.6 തീവ്രതയിൽ വീണ്ടും ഒരു പ്രകമ്പനം സംഭവിക്കുകയായിരുന്നു. നമ്മുടെ ആ വീഡിയോസൊക്കെ ആയാലും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയുണ്ടായിരുന്നു. ശരിക്കും ദയനീയമായിട്ടുള്ള, എല്ലാവരെയും പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോസും ഫോട്ടോസും. അതെ, ജനങ്ങളുടെ അവസ്ഥയാണെങ്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലൊന്നും എല്ലാ രോഗികളെയും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്ഥിതിയായി മാറിക്കഴിഞ്ഞു അവിടെ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ പോലും നമുക്കത് ആലോചിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട്. അപ്പോൾ അത് നേരിടുന്ന ആൾക്കാരെ പറ്റി നമുക്ക് പറയുന്നതിലൂടെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അതെ, നമ്മളിപ്പോൾ ആ കണ്ട വീഡിയോസിലെല്ലാം ഏറ്റവും വലിയൊരു കൂറ്റൻ കെട്ടിടം, ആ കെട്ടിടത്തിന് മുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ പൂളിൽ നിന്ന് വരെ വെള്ളം തെറിച്ച് 3-4 വട്ടം വെള്ളം തെറിച്ച് വീഴുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്രമാത്രം അതിൻ്റെ ഒരു തീവ്രതയാണ് അതിൽ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ജനങ്ങളെല്ലാം ഓടുന്നതും, പിന്നീട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു പൊളിഞ്ഞ് അതുപോലെ വന്ന് വീഴുന്നത്. ആ ഒരു കെട്ടിടത്തിനുള്ളിൽ ഒരുപാട് തൊഴിലാളികൾ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് അകപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്ത് വന്നിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ വന്നിട്ടുള്ളൊരു കണക്കനുസരിച്ചിട്ട് 100 പേരോളം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഔദ്യോഗികമായ ഒരു കണക്കല്ല, പുറത്തു വന്നിട്ടില്ല. അതിനേക്കാൾ കൂടുതലും ചാൻസ് ഉണ്ട്. അതെ, അത്രയും എന്താ പറയാ, അത്രയും ഒരു ഭയാനകമായിട്ടുള്ള ഒരു അപകടമാണ് സംഭവിച്ചത്. അതെ, ഇവര് ഞെട്ടിക്കുന്ന ഒരു അപകടം തന്നെയായിരുന്നു. മുഴുവൻ പരിഭ്രാന്തിയിലാണ്. കാരണം അവരെന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനെ ആ ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു ഭൂചലനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ നഗരപ്രദേശത്താണ് ഇപ്പൊ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. സാധാരണ ഗ്രാമപ്രദേശങ്ങളിലാണ് ഭൂചലനം ഉണ്ടാവാറെന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ അതിനേക്ക് മാറ്റി നിർത്തിയിട്ട് നഗരത്തിലേക്കാണ് ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത്. അതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മ്യാൻമാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതൊരു ഭൂകമ്പ ഏരിയ ആണ് എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് അതിന് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് മ്യാൻമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. കൊടുങ്കാറ്റായാലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളതാണ് മ്യാൻമാർ എന്ന് പറയുന്ന ഒരു രാജ്യം. ഇപ്പം അതുപോലെ തന്നെ മ്യാൻമാറിൽ അടിക്കടി ഉണ്ടായിട്ടുള്ള ആ പ്രകമ്പനങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രകമ്പനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലും മറ്റു പ്രദേശങ്ങളിലും ഇതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു ഭയങ്കരധികം ഭയം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആ പ്രകമ്പനമായാലും അതുമൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾക്ക് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ എത്രത്തോളം കരുതലും കാര്യങ്ങളൊക്കെ നമ്മളും എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുപോലെ ഒരു അവസ്ഥയാണ് അവിടുത്തെ ജനങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തില്. ഇപ്പൊ പ്രഡിക്ഷൻ ഒക്കെ, അതായത് ഓരോരുത്തർ പറയുന്ന ഔദ്യോഗികമായിട്ട് കണക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ നമുക്ക് ആ വീഡിയോസ് ആയാലും ആ ഒരു ആഘാതമായാലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ 10,000-ഓളം മരണം കടക്കുമെന്നാണ് പറയുന്നത്. കാരണം അത്രയും തീവ്രമായിട്ടുള്ള ഒരു ആഘാതമായിരുന്നു. അതിൽ ഒരുപാട് വൻ കെട്ടിടങ്ങളാണ് നിലം പതിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ അടിയിൽ അകപ്പെടാൻ ചാൻസ് ഉള്ളവരുടെ എണ്ണം കൂടി കൂട്ടിയിട്ടാണ്. കുട്ടികളാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലാണെങ്കിലും കയറാൻ പറ്റാത്തൊരു സ്ഥിതി, ആളുകൾ നിറഞ്ഞ് അവിടുത്തെ ഹോസ്പിറ്റലുകളിലും ആൾക്കാർ കൂടുതലാന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇവിടെ വന്ന നമുക്ക് അറിയാലോ, നമ്മളൊരു കുറച്ച് മുന്നേ വന്ന കോവിഡിന്റെ ഒരു അവസ്ഥ നമുക്ക് സിറ്റുവേഷൻ അറിയാം. ഹോസ്പിറ്റലിലെല്ലാം ഫുള്ളായി, ഡോക്ടർമാരുടെ അവസ്ഥയാണെങ്കിലും. അപ്പോൾ അവിടുത്തെ കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതും ഇത് ഭൂകമ്പം എന്ന് പറയുമ്പോൾ അതിനേക്കാളും എത്രത്തോളം പ്രയാസകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോൾ നമ്മുടെ ഉരുൾപൊട്ടലായാലും വയനാട് സംഭവിച്ചുള്ള ഉരുൾപൊട്ടൽ വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതിൽ ഒരുപാട് പേരായിരുന്നു അതിൻ്റെ അടിയിൽ അകപ്പെട്ടിട്ട് മരണമടഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചാൻസ് കൂടുതലാണ് ഈ ഒരു ഇതിലും. വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഇപ്പോൾ ഈ ഒരു നോമ്പ് തുറക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പലരും വീടുകളുടെ ഉള്ളിലോ അല്ലെങ്കിൽ ആ കെട്ടിടങ്ങൾക്കുള്ളിലോ ആയതുകൊണ്ടാണ് മരണസംഖ്യ കൂടുതൽ എന്നാണ് പറയുന്നത്. കാരണം നിലംപതിക്കുന്ന ആ ഒരു കെട്ടിടങ്ങൾ അതുപോലെ നിലംപതിക്കുന്ന ഒരു അവസ്ഥ കാണുന്നതുകൊണ്ട് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് മരണസംഖ്യ കൂടാനുള്ള ഒരു ചാൻസ് കൂടുതലാക്കി മാറ്റിയത്. ഒരുപാട് രാജ്യങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടു നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനിയുള്ളവർക്കാണെങ്കിലും ജീവിതം മുന്നോട്ട് പോകാനാണെങ്കിലും പോയേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ രാജ്യങ്ങളും കൂടെ
നല്ല രീതിയിൽ. അതുപോലെ തന്നെ മ്യാൻമാറിലും തായ്ലാൻഡിലും ഇപ്പോൾ അടിയന്തരാവസ്ഥ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ സർവീസുകളും, അതായത് മെട്രോ ആയാലും മറ്റ് ഗതാഗതങ്ങളായാലും അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുകയും അവയെല്ലാം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ. പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ബാക്കി രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായത്തിനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി. അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നമ്മുടെ നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്ത് സഹായമായാലും ദുരിത ഫണ്ടിൽ നിന്ന് എന്തായാലും നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കടക്കം സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും കൂടെ സഹായിച്ച് ഈ ഒരു അവസ്ഥയിൽ നിന്നും കരകയറാൻ പറ്റണം. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ആ ഒരു ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്നാൽ മാത്രമേ ആ ഒരു രാജ്യത്തിനെ വീണ്ടും പഴയതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു ദുരന്തം വിതച്ചിരിക്കുന്ന ആ ഒരു ആഘാതം, അതിൽ നിന്ന് മോചിതരാകാൻ നമുക്ക് പഴയതുപോലെ നമുക്ക് പറ്റില്ല. പക്ഷേ അതിനെ ഒന്ന് റീബിൽഡ് ചെയ്യണമെങ്കിലോ എങ്കിൽ ഒന്ന് ചേർത്ത് നിൽക്കാൻ നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും അത്രയും മാത്രം ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നില്ല. ഇനിയും കണക്കുകൾ പുറത്തു വരാനുണ്ട്. ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളല്ല, പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന പലരുടെയും ഒരു കണക്ക് കൂട്ടലുകൾ അല്ലെങ്കിൽ വിദഗ്ധർ തരുന്ന അവരുടെയൊക്കെ ഒരു വിശകലനത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കണക്കുകളാണിത്. പുറത്തു വരുമായിരിക്കും. അതെ, തീർച്ചയായിട്ടും ഉടനെ തന്നെ പുറത്തു വരും. രക്ഷിക്കാൻ പറ്റുന്നവരെയൊക്കെ രക്ഷിക്കാൻ കഴിയട്ടെ. എന്തായാലും വളരെ സങ്കടകരമായിട്ടൊരു വാർത്തയാണ് അത്. നമ്മുടെ ഇന്ത്യയിലും കുറച്ച് പ്രകമ്പനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും തന്നെ ജീവഹാനിയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആഘാതമോ ഒന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല. എങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ തീവ്രത ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിൽ നിന്നും ജനങ്ങൾ എത്രയും പെട്ടെന്ന് കരകയറാൻ പറ്റട്ടെ അവർക്ക്.